aspirants, welcome to another video of Lead Academy. CLE 2025 ഒഫീഷ്യൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ആയിട്ടുണ്ട്. എല്ലാവർക്കും നല്ല റാങ്കുകൾ ലഭിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ ഡ്രീം ലോ കോളേജസിലേക്ക് അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ റാങ്കുകൾ ഏതൊക്കെയാണെന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ കേരള ലോ എൻട്രൻസ് എക്സാമിൽ മികച്ച വിജയം ലീഡ് അക്കാഡമിക്ക് കൈവരിക്കാൻ സാധിച്ചു. 3ാം റാങ്ക് ഉൾപ്പെടെ മികച്ച റാങ്കുകളാണ് ലീഡ് അക്കാഡമിയിലെ സ്റ്റുഡൻസിന് കരസ്ഥമാക്കാൻ സാധിച്ചത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി വരുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ, അലോട്ട്മെന്റ് പ്രൊസീജിയേഴ്സ് ആൻഡ് കോളേജ് അഡ്മിഷൻസിനെ പറ്റിയാണ്. സോ നമുക്ക് ഡയറക്റ്റ്ലി ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് പോകാം. ഓപ്ഷൻ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ കുറേ പേർക്ക് സംശയമുണ്ടെന്ന് അറിയാം. സോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾക്ക് CE കാറ്റഗറി റാങ്ക് പബ്ലിഷ് ചെയ്യും. ഈ കാറ്റഗറി റാങ്ക് പബ്ലിഷ് ചെയ്തതിന് മാത്രമേ ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന പോർട്ടൽ ഓപ്പൺ ആവുകയുള്ളൂ. ഈ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള, നിങ്ങൾക്ക് പഠിക്കണം എന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ ഡ്രീം കോളേജസ് ആയിരിക്കണം ഏറ്റവും ആദ്യം കൊടുക്കേണ്ടത്. അതായത് പ്രയോറിറ്റി അനുസരിച്ചായിരിക്കണം നമ്മൾ ഓപ്ഷൻ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യേണ്ടത്. ഈ പ്രയോറിറ്റിയുടെ കൂടെ തന്നെ നമ്മൾ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസും കൂടി ചെക്ക് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് പഠിക്കാൻ ഇഷ്ടമുള്ള കോളേജ് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം ആണെങ്കിൽ നിങ്ങൾ ആദ്യം വെക്കേണ്ട, അല്ലെങ്കിൽ ഫസ്റ്റ് നിങ്ങൾ പ്രിഫറൻസ് ആയിട്ട് വെക്കേണ്ട ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം ആയിരിക്കണം. ആൻഡ് ഓൾസോ ഈ കോളേജസ് നോക്കുമ്പോൾ ആ കോഴ്സും കൂടി നിങ്ങൾ നോക്കിയിട്ട് വേണം ഓപ്ഷൻ രജിസ്ട്രേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി നിങ്ങൾക്ക് ലഭിച്ച റാങ്ക്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ലഭിച്ച റാങ്ക് ഒരു 100 ആണെങ്കിൽ, ജനറൽ കാറ്റഗറി ആയിട്ടുള്ള നിങ്ങൾക്ക് ഒരു 100 റാങ്ക് ആണ് കിട്ടിയെങ്കിൽ നിങ്ങൾക്ക് ഗവൺമെൻറ് ലോ കോളേജ് എറണാകുളം കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെ ജനറൽ കാറ്റഗറിയിൽ നിന്ന് എടുത്തിട്ടുണ്ട് എന്നും കൂടി ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ധാരണ കിട്ടുന്നതായിരിക്കും. സോ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ പോർട്ടൽ ഓപ്പൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്, നിങ്ങൾക്കിപ്പോൾ ഏതെങ്കിലും ഒരു ലോ കോളേജസ്, ഗവൺമെൻറ് ലോ കോളേജസിൽ അഡ്മിഷൻ ലഭിച്ചാൽ മതി എന്ന ആഗ്രഹമുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള 4 ലോ കോളേജസിന്, ഗവൺമെൻറ് ലോ കോളേജസിൻ്റെ ഓപ്ഷൻസ് ആദ്യം വെക്കുക. അതിനുശേഷം പ്രൈവറ്റ് ലോ കോളേജസിൻ്റെ വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ ഏതൊക്കെ പ്രൈവറ്റ് ലോ കോളേജസ് ഉണ്ടോ ആ ലോ കോളേജസൊക്കെ ഓർഡർ അനുസരിച്ച്, പ്രയോറിറ്റി അനുസരിച്ച് വെക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, ഫസ്റ്റ് പ്രിഫറൻസ് വെച്ചിട്ടുള്ള ലോ കോളേജാണ് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് ലഭിച്ചെങ്കിൽ പിന്നീട് ആ ലോ കോളേജ് മാറ്റാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യം തന്നെയാണ്, നിങ്ങൾ പോകും എന്ന് ഉറപ്പുള്ള ലോ കോളേജസ് വേണം ആദ്യം ഓപ്ഷനിലായിട്ട് വെക്കാൻ. സോ ഫസ്റ്റ് ഓപ്ഷനായിട്ട് നിങ്ങൾ പോകും, ഈ ഒരു കോളേജ് കിട്ടിയാൽ നിങ്ങൾ എന്തായാലും പോകും എന്നുള്ള ഏറ്റവും പ്രിഫേർഡ് ആയിട്ടുള്ള ലോ കോളേജ് ആയിരിക്കണം നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് വെക്കുക. പിന്നെ സെക്കൻഡ് പ്രിഫറൻസ് അതിന് ശേഷം ഉള്ളത്. അങ്ങനെ ഒരു ഓർഡർ അനുസരിച്ച് കറക്റ്റായിട്ട് വേണം നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷന് അപ്ലൈ ചെയ്യാൻ. ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷം വിത്തിൻ 3 to 4 ഡേയ്സിൽ തന്നെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇനി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിനിൽ പോയി നിങ്ങളുടെ പോർട്ടലിൽ അലോട്ട്മെൻറ്റ് മെമ്മോ കാണും. സോ അലോട്ട്മെൻറ്റ് മെമ്മോ പ്രിൻറ്റ് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ്, റിക്വയർഡ് ഡോക്യുമെൻറ്റ്സും അതോടൊപ്പം തന്നെ റിസർവേഷൻ ഉണ്ടെങ്കിൽ റിസർവേഷൻ ഡോക്യുമെൻറ്റ്സുമായിട്ട് നിങ്ങൾക്ക് ഏത് കോളേജാണോ അഡ്മിഷൻ കിട്ടിയത് ആ കോളേജിൽ പോയി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നിങ്ങൾ ഉദ്ദേശിച്ച കോളേജല്ല, നിങ്ങൾ ഫസ്റ്റ് പ്രിഫറൻസ് വെച്ച കോളേജല്ല, പകരം ഒരു തേർഡ് പ്രിഫറൻസ് വെച്ച കോളേജാണ് എങ്കിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കരുത്. ഈ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ പോയി കോളേജിൽ അഡ്മിഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നോട്ട് ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷന് ശേഷം അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് കോളേജാണോ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ കിട്ടിയിരിക്കുന്നത് ആ കോളേജിൽ പോയി നിങ്ങൾ അഡ്മിഷൻ എടുത്തിരിക്കണം. ആ അഡ്മിഷൻ എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കത്തുള്ളൂ. ഫസ്റ്റ് അലോട്ട്മെൻറ്റിന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സും റിസർവേഷൻ ഡോക്യുമെൻറ്റ്സിൻ്റെ ഒക്കെ ഡീറ്റെയിൽസ് കഴിഞ്ഞ വീഡിയോയിൽ ലീഡിൻ്റെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളത് കയറി ഒന്ന് കാണുക. ആൻഡ് ഓൾസോ മാൻഡേറ്ററി ഡോക്യുമെൻറ്റ്സിൻ്റെ കൂടെ നിങ്ങൾ കരുതേണ്ട 2 ഡോക്യുമെൻറ്റ്സ് ആണ് അലോട്ട്മെൻറ്റ് മെമ്മോ ആൻഡ് കാൻഡിഡേറ്റ് ഡാറ്റ ഷീറ്റ്. ഈ 2 ഡോക്യുമെൻറ്റ്സും നിങ്ങളുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ആകുന്നതായിരിക്കും. സോ ഇന്നത്തെ വീഡിയോയുടെ ഒരു ഓവറോൾ പറയുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓപ്ഷൻ രജിസ്ട്രേഷൻ നിങ്ങളുടെ റാങ്കിനനുസരിച്ച് നിങ്ങൾക്ക് ലഭിക്കാവുന്ന കോളേജസ് ഏതാണ്, അതിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോളേജസ് ഏതാണെന്ന് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് അനുസരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് പ്രയോറിറ്റി അനുസരിച്ച് പ്രിഫറൻസ് വെക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങളുടെ അലോട്ട്മെൻറ്റ് അപ്ലോഡ് ആകും. സോ അലോട്ട്മെൻറ്റിൽ ഏത് കോളേജാണോ നിങ്ങൾക്ക് ലഭിച്ചത് ആ കോളേജിൽ പോയി മാൻഡേറ്ററി ആയിട്ട് അഡ്മിഷൻ എടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിലും തേർഡ് അലോട്ട്മെൻറ്റിലും ഒക്കെ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ. ഓവറോൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെയും അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിൻ്റെ ഒക്കെ ഒരു ഓവറോൾ ഐഡിയ. ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക,
അലോട്ട്മെൻറ്റ് മെമ്മോ ചെയ്യാൻ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലീഡ് അക്കാഡമിയെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ്ലി കോൺടാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞങ്ങൾ നിങ്ങളെ അസിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി ഈ വർഷം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു റാങ്ക് നേടാൻ സാധിച്ചില്ലെങ്കിൽ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട. 2026 എല്ലാ ലോ എൻട്രൻസ് എക്സാമുകളും വരുന്നുണ്ട്. 2026 ക്ലാറ്റ് ഈ വരുന്ന ഡിസംബറിൽ നടക്കും. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ക്ലീ 2026 ക്യുസാറ്റും MGയും ജാമിയ മില്ലിയ ഇസ്ലാമിയ അങ്ങനെ നിരവധി ലോ എൻട്രൻസ് എക്സാമുകൾ നിങ്ങളുടെ മുന്നിൽ ഇനിയും കിടക്കുകയാണ്. സോ ഈ വർഷത്തെ ക്ലീ 2025 ഉൾപ്പെടെ മറ്റ് വിവിധ തരത്തിലുള്ള നാഷണൽ ലെവൽ ലോ എക്സാംസിലും ലോ എൻട്രൻസ് എക്സാംസിൽ ലീഡ് അക്കാഡമിക്ക് ഒരു വമ്പിച്ച ജയം നേടാൻ സാധിച്ചു. നിരവധി നാഷണൽ ലോ എൻട്രൻസ് എക്സാംസിലും കേരള ലോ എൻട്രൻസ് എക്സാമിലും ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ മികച്ച റാങ്കുകൾ ലീഡ് അക്കാഡമിയിലെ വിദ്യാർത്ഥികൾക്ക് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ക്യുസാറ്റ് ക്യാറ്റ് 2025 ഫസ്റ്റ് റാങ്ക്, അതോടൊപ്പം തന്നെ ജാമിയ മില്ലിയ ഇസ്ലാമിയ, അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, ഈ പറഞ്ഞ കേരള ലോ എൻട്രൻസ് എക്സാം 2025 തേർഡ് റാങ്ക് നമ്മുടെ ലീഡ് അക്കാഡമിയുടെ 1 ഇയർ ഓഫ്ലൈൻ ബാച്ച് ആയിട്ടുള്ള കീർത്തനയ്ക്കാണ് നേടാൻ സാധിച്ചത്. സോ ഇതേപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും മികച്ച റാങ്കുകൾ നേടാൻ സാധിക്കും. അതിന് നിങ്ങൾക്ക് വേണ്ടത് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ, ഒരു ഗുഡ് മെൻറ്റർഷിപ്പ്, ടൈം ടേബിൾ, വർക്ക് ഷീറ്റ്, മോക്ക് ടെസ്റ്റിൻ്റെ ഒക്കെ സഹായത്തോടെ നിങ്ങൾക്ക് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കോച്ചിങ് ലഭിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ലോ എൻട്രൻസ് എക്സാമുകൾ ക്രാക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. 2026 വിവിധ തരത്തിലുള്ള ലോ എൻട്രൻസ് എക്സാമുകളുടെ കോച്ചിങ് ലീഡ് അക്കാഡമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലീഡ് അക്കാഡമിയിലെ ന്യൂ കോച്ചിങ്ങിലേക്ക് അഡ്മിഷൻ എടുക്കാനും മറ്റ് ലോ കരിയർ റിലേറ്റഡ് സംശയങ്ങൾക്കുമായി സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക.